നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. എന്തു വന്നാലും FC ബാഴ്സലോണ വിജയിച്ചിരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ലാമിനെ യമാലും ഹൻസി ഫ്ലിക്കും ഒക്കെ പങ്കുവെക്കുന്നത്. നാളെയാണ് കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരം അങ്ങ് ക്യാമ്പ് നൗവിൽ നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഡിയേഗോ സിമിയോണി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ലാമിൻ യമാലിനെ എങ്ങനെ പൂട്ടുമെന്നൊരു ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി, അദ്ദേഹം പറയുന്നു ലാമിനെ എങ്ങനെ തടയുമെന്ന് ചോദിച്ചാൽ ഇൻഡിവിജ്വലി അവൻ വളരെ മികച്ച പ്ലെയറാണ്, എസ്പെഷ്യലി ഫൈനൽ തേർഡിൽ അവൻ വളരെ ഡിസിസീവാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എടുക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ഒരു അവസരം ലഭിക്കുമ്പോൾ നമുക്ക് അവൻ്റെ സൈഡിലൂടെ അറ്റാക്ക് ചെയ്യണം. കാരണം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അവന് ലെസ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയകളിലേക്ക് കളി കൊണ്ടുപോകണം. അത് ഡിഫെൻഡിങ് ആണ്. ഡിഫെൻഡ് ചെയ്യാൻ അവൻ അത്ര മികവില്ല. സോ അവൻ്റെ ഏരിയയിലൂടെ നമ്മൾ അറ്റാക്ക് സംഘടിപ്പിക്കണം. അതാണ് ലാമിനെ തടയാനുള്ള എളുപ്പവഴി എന്നാണിപ്പോൾ ഡിയേഗോ സിമയോണി പറയുന്നത്. അതേസമയം എതിരാളികൾ എല്ലാം മറന്നൊരു ആക്രമണത്തിന് മുതിരും എന്നുള്ള ഉറപ്പും അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അതനുസരിച്ച് തന്നെ തൻ്റെ ടീം ഇറങ്ങും എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, 3-0 തോൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെ തോറ്റാലും ആദ്യം അത് 4-0 ജയിച്ചതുകൊണ്ട് സിമയോണിയുടെ ടീം മുന്നോട്ട് പോകും. അപ്പോൾ അതാണ് ചോദിക്കുന്നത്, 3-0 തോൽക്കാൻ നിങ്ങൾ തയ്യാറാണ്? അദ്ദേഹത്തിൻ്റെ മറുപടി ചിരിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞത്, നമുക്ക് കളിക്ക് മുമ്പ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ, ഏതായാലും എന്താണ് ഗെയിം നമുക്ക് വേണ്ടി കാത്തുവെച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് നോക്കിക്കാണാം. എനിക്കിപ്പോൾ ഈ 3-0 തോൽവിയെക്കുറിച്ച് ആൻസർ പറയാനില്ല. നമ്മൾ ഫോർച്യൂൺ ടെല്ലേഴ്സ് അല്ലല്ലോ, ദാറ്റ്സ് വുഡ് ബി ഗസ്സിങ് എന്നാണിപ്പോൾ അദ്ദേഹം പറയുന്നത്. എന്തായാലും ഞങ്ങൾ മികച്ച രൂപത്തിൽ പോരാടും എന്ന് അദ്ദേഹം പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.